നമ്മുടെ ആഹാരത്തിൽ അത്യന്താപേക്ഷിതമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു സാധനം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അത് വാഴക്കൂമ്പാണ്. അത് നമുക്ക് വെറുതെ കൂമ്പ് തന്നെ തോരൻ വെക്കുന്നതല്ല, നമുക്ക് കുറച്ചുകൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ട് കുറച്ച് ചെറുപയറും കൂടെ ഇട്ട് മിക്സ്ഡായിട്ട് നമുക്കിന്ന് തോരൻ വെക്കാം. അതിനായിട്ട് ഒരു 150 ഗ്രാമോളം ചെറുപയർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ നികക്കെ വെള്ളം ഒഴിക്കുക, ചെറുപയർ വേകാനുള്ള വെള്ളം. അതിൻ്റെ കൂടെ ചെറുപയർ വെക്കുമ്പം തന്നെ നമ്മൾ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ചെറുപയറിന് വേവുള്ളതാണല്ലോ, അത് കാരണം നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം. ഞാൻ ചുണ്ട് കൊത്തുമ്പം നിങ്ങളെ കാണിക്കുകയും പറയുകയും ചെയ്യുന്ന ചിലർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കും. ചുണ്ടിൻ്റെ ഈ സെൻറ്റർ പോർഷനിലുള്ള ഈ കാമ്പ് നമ്മൾ കുത്തിക്കളയണം, ഇടയ്ക്കിടയ്ക്ക് ഇത് കുത്തിക്കളയണം. അല്ലെങ്കിൽ ഇതിങ്ങനെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ ഇതിങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ കൊത്തും. അരിയുമ്പോൾ അതിനെ ഒഴിവാക്കി അരിഞ്ഞെടുക്കണം. അല്ല എങ്കിൽ നമുക്കത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നൈഫ് കയറ്റിയിട്ട് ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങിപ്പോരും. എന്നിട്ട് അത് ഒഴിവാക്കിക്കൊണ്ട് കൊത്തണം. എന്നാന്ന് ചോദിച്ചാൽ അത് കഴിക്കുന്ന സാധനമാണ്. കൂമ്പിൻ്റെ ഒരു 1/3 കഴിയുമ്പോൾ അത് അടത്തി തുടങ്ങണം, അല്ലെങ്കിൽ അത് കഴിക്കും, നന്നായിട്ട് കറി കഴിക്കും. അപ്പോൾ അത് ഒഴിവാക്കി നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ കയ്പില്ലാതെ നമുക്ക് ചുണ്ടുതോരൻ കഴിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ചിലർ ഇത് വെള്ളത്തിലേക്ക് അരിഞ്ഞിടും ഈ ചുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഈ പാത്രത്തിൻ്റെ അടിയിൽ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് തടവിയിട്ടുണ്ട്. അപ്പം നല്ല ഈ നൂലൊന്നും ഇല്ലാതെ നമുക്ക് ചുണ്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് വേർവിട്ടിങ്ങനെ കിടക്കും. വെള്ളത്തിൽ അരിയേണ്ട ആവശ്യമില്ല. വെള്ളത്തിൽ ഇതിൻ്റെ കറയും ഫൈബറും ഒക്കെ നമ്മുടെ ശരീരത്തിന് നല്ല സാധനമാണ്. അതുകൊണ്ടാണ് ഈ ഫൈബർ ചേർന്ന ചുണ്ട് കഴിക്കണമെന്ന് തന്നെ പറയുന്നത്. നിങ്ങൾക്ക് ചുണ്ട് അത്ര അവൈലബിൾ അല്ല, ഇത് വിലയ്ക്ക് മേടിച്ചതായതുകൊണ്ടും പിന്നെ ഇതിൻ്റെ ഗുണം അറിയാവുന്നത് കൊണ്ടും ഞാനിത് തീർത്ത് കൊത്തിയെടുക്കുകയാണ്. ഈ സാധനം നമ്മുടെ ഏത്തക്കായാകുന്ന ഇത് വാഴയുടെ ചുണ്ടാണ്. ഏത്തക്ക ആകുന്ന പൂവിൻ്റെ ആ പോർഷനാണ്. അപ്പോൾ അതും നല്ലതാണ്. അത് നല്ല ഫ്ലഷി ആയിട്ട് മാംസളമായിട്ടിരിക്കുന്ന ഭാഗമായതുകൊണ്ട് അതും നമുക്കിങ്ങനെ കൊത്തി അരിഞ്ഞ് പിന്നെ ഇത് ഞാൻ തീർത്തെടുക്കുക. കണ്ടോ, ചുണ്ട് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ നടുക്കത്തെ ഈ തണ്ട് മാത്രം കളഞ്ഞും കൊണ്ട് നമുക്കിത് തീർത്തെടുത്താൽ നല്ല സ്റ്റാർച്ച് കൂടിയ പോലെയുള്ള ഒരു തോരനായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ പയർ വെന്തിട്ടുണ്ട്. ഒത്തിരി ഉടഞ്ഞു പോകരുത്, ഈ വേവേ ആകാവുള്ളൂ. എന്നാന്ന് വെച്ചാൽ അല്ലെ നമ്മുടെ തോരൻ അങ്ങ് വല്ലാണ്ട് കുഴഞ്ഞു പോകും. പയർ വെന്തുടഞ്ഞു പോയാൽ കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ പയർ നന്നായിട്ട് വെന്തിങ്ങനെ ഓരോന്നായിട്ട് കിടക്കുന്ന പരുവത്തി വേണം നമ്മൾ ഓഫ് ചെയ്യാനായിട്ട്. നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തൊരു 1.5-2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത പയറാണെങ്കിൽ ഒരു 3 സ്റ്റീം മതിയാവും പയർ വെന്ത് കിട്ടാൻ. അല്ല നമ്മൾ കടയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിച്ച രീതിയിൽ തന്നെ പയർ കുക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു 5 സ്റ്റീമെങ്കിലും വേണം. പയറിന് നല്ല വേവുള്ളതല്ലേ, അത് കാരണം 5 സ്റ്റീമെങ്കിലും കഴിഞ്ഞേ നമ്മൾ കുക്കർ തുറക്കാവുള്ളൂ. ഇനി തോരന് നമുക്ക് ഒതുക്കിയെടുക്കാം. അരയ്ക്കരുത്, മിക്സിയിൽ ചെറുതായിട്ട് ഒതുക്കിയെടുത്താൽ മതി. ഒരു 5-8 ഉള്ളി, ഇത്രയും വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ഇതൊരു അരമുറി തേങ്ങയുണ്ട്, അത്രയും തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി. അത് നമ്മുടെ മഞ്ഞ കളർ കിട്ടാനും വേണ്ട, ഒത്തിരി അങ്ങ് കൂടുതൽ വേണ്ട.
നമ്മൾ ഒതുക്കിയെടുത്തു. ഈ പരുവത്തിൽ ഒതുക്കിയെടുക്കണം. ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ഈ സമയം നമുക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയിട്ട് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റണം. ഒരു 2-3 മിനിറ്റ് നമ്മുടെ തേങ്ങയുടെ പച്ച ചുവയൊന്ന് മാറുന്ന ആ എണ്ണയിലൊന്ന് ശകലം ഒന്ന് വഴരാനായിട്ട് അനുവദിക്കണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുണ്ട് ഇതിലേക്ക് ഇടാം. ഈ സമയം ഈ ചുണ്ടിനും ഈ അരപ്പിനും ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കും. നമ്മൾ പയറിൽ ഉപ്പിട്ടിട്ടുണ്ട്, അത് നോക്കി വേണം ഇടാനായിട്ട്. പാകത്തിന് ഇടാനേ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി ഇതിൻ്റെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൂട്ടി ഇങ്ങനെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേളിലേക്ക് നമ്മുടെ പയറൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് ആവി കയറ്റാം. കഴിവതും ആവിയിലാണ് ഇത് വേകേണ്ടത്. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്. പിന്നെ നമ്മൾ ചെറുപയർ വേവിച്ചിട്ടുമുണ്ട്. തോരൻ നല്ല പാകമായിട്ടുണ്ട്. അല്പം പോലും വെള്ളമില്ലാതെ ഇങ്ങനെ വിട്ട് നല്ല തോരൻ പോലെ തന്നെ കുഴയാതെ ഇരിക്കും. അത് അധികം വെള്ളം ഒഴിക്കരുത്. അതിനാണ് വെള്ളം ഒഴിക്കേണ്ടതെന്ന് പറയുന്നത്. നമ്മളിതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞ് ഒരു 5-6 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കണ്ട. നല്ല പോഷക സമൃദ്ധമായ കറി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിന് മടിക്കരുത്. ഇനി ഇത് ഇത്രയും ഫൈനായില്ലെങ്കിൽ പോലും ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞെങ്കിൽ പോലും കുഴപ്പമില്ല. നല്ല ഒന്നാന്തരം തോരനാണ്. നല്ല നമ്മളുടെ പ്രോട്ടീൻ റിച്ചാണെന്നും ഈ ചെറുപയറോടൊക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഇതുണ്ടാക്കാനായിട്ട് പരിശ്രമിക്കണം. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും.